2024 നീറ്റ് എക്സാമിന് ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ നാടുകളിലേക്ക് തിരികെ പോവുകയാണ്. ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് പഠനത്തിന് ശേഷം അവരവരുടെ നാടുകളിലേക്ക് നീറ്റ് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സെൻറ്ററുകളിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ നമ്മുടെ എ ബ്ലോക്കിനോട് വളരെ ചേർന്നുള്ള ഒരു ഹോസ്റ്റലിൽ കുറേ കുട്ടികൾ അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആത്തിഫിനെ യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മുഴുവൻ കുട്ടികളും ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ ആത്തിഫിനെ സംബന്ധിച്ച് ആത്തിഫിൻ്റെ ഫാദർ, മദർ, അതുപോലെ തന്നെ ബ്രദേഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വർഷത്തെ ബെർലിൻ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ആത്തിഫിൻ്റെ അടുത്തും അതുപോലെ തന്നെ പേരൻസിൻ്റെ അടുത്തും ഒക്കെ ചോദിക്കാനുണ്ട്. അങ്ങനെ സ്ഥലം എവിടെയാണ്? മലപ്പുറം. ഓക്കെ. അപ്പോൾ എക്സാം സെൻറ്റർ എവിടെയാണെന്ന്? ഞാൻ കോഴിക്കോടാണ് കൊടുത്തത്, കൂടുതൽ ആക്സസിബിൾ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ബെർലിനിലെ ഒരു വർഷത്തെ ആ ഒരു ജീവിതം? സ്റ്റഡി വൈസ് ആയാലും ഫ്രണ്ട്ഷിപ്പ് വൈസ് ആയാലും സൂപ്പറായിരുന്നു. ഞാൻ സൗദിയിലായിരുന്നു. അപ്പം അവിടുന്ന് ഇത്ര ഫ്രണ്ട്ഷിപ്പ്, ഇത്ര തിക്നെസ്സും ഇതൊന്നുമില്ല. ഇവിടുന്ന് ഫ്രണ്ട്ഷിപ്പിനെ കൂടി പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ഇതിൻ്റെ നാട്ടിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രണ്ട്സിനെയും ഇങ്ങനെ ഒരു ഹോസ്റ്റൽ ലൈഫും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സ്റ്റഡി വൈസ് ആയാലും ഏറ്റവും വലിയ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒപ്പം കോമ്പറ്റീഷൻ ചെയ്യാനും പറ്റി. അതൊരു നല്ല. ശരിക്കും ബ്രില്യൻറ്റിലേക്ക് വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും ബ്രില്യൻറ്റ്, ഇവിടെ ഇങ്ങനെ സൗഹൃദ വലയൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നൊക്കെ അന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചിരുന്നത് അത്ര സൗഹൃദമൊന്നും ഉണ്ടാവില്ല, എല്ലാവരും സ്വന്തം കാര്യം നോക്കി. പക്ഷെ ഇവിടെ ഏറ്റവും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ലോലും. ഞാൻ ഷെയറിംഗ് ഒക്കെ കൂടുതൽ പഠിച്ചത് ഇവിടെ നിന്നിട്ടാണ്. അപ്പം ഞാൻ സ്റ്റഡി വൈസ് ആയാലും നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ പുറത്തുനിന്നൊക്കെ കേട്ടിട്ടുള്ളത് ഈ ബ്രില്യൻറ്റിൽ അറിയുമ്പം സ്വന്തം കാര്യം നോക്കി ഒരു ഷെയറിങ്ങും ഹെൽപ്പിങ്ങും ഒന്നും. ഇവിടെ നല്ല ഷെയറിങ്ങും ഹെൽപ്പിങ്ങും ടീച്ചേഴ്സ് ആയാലും എല്ലാത്തിനും നല്ല ഇതായിരുന്നു. അപ്പോൾ നീറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം. നീറ്റിന് ഇപ്പോൾ ഇൻറ്റൻസ് പ്രിപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാക്സിമം സ്കോർ മാർക്ക് 600+ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം. അതിൻ്റെ മാക്സിമം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പേരൻസ് ഉണ്ട് കേട്ടോ, അവരോട് ചോദിക്കാം. സാറിൻ്റെ പേര്? എൻ്റെ പേര് നൗഫൽ. ഓക്കെ. സാർ എന്താ ചെയ്യുന്നത്? ഞാൻ ഗൾഫിലാണല്ലേ? അപ്പോൾ അവധിക്ക് വന്നതാണല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ വന്ന് ബ്രില്യൻറ്റിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? 2 പ്രാവശ്യം അഡ്മിഷന് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം വന്നു. ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ ഇത്രയും കുട്ടികൾ ഇവനെ യാത്ര അയക്കാനായിട്ട്? ഇപ്പം ബ്രില്യൻറ്റിൽ ഒരു ഹോസ്റ്റൽ പിന്നെ ഇതിലല്ലോ, ഒരു കുടുംബ രീതിയിലാണ് എൻ്റെ സംസാരത്തിൽ മനസ്സിലായത്. ഭയങ്കര ഒരു ബ്രദേഴ്സ് പിന്നെ ബന്ധമാണെന്നില്ല ഇവിടെ മനസ്സിലായത്. അതുകൊണ്ട് നമുക്ക് ഗൾഫിൽ നിൽക്കുന്നതിനോട് ടെൻഷനില്ല ഇവിടെ പഠിക്കുന്ന ടൈമിന്. പൊതുവേ ഹോസ്റ്റലിലൊക്കെ ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാണ്, നമ്മൾ കേൾക്കണതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ബ്രില്യൻറ്റിൽ പൊതുവേ നമ്മൾ കേട്ടിട്ടില്ല. വേറെ അവിടെ ഉണ്ടാവില്ല. ഇവനെ വെച്ചിടത്തോളം വളരെ ഹാപ്പി ഇനി ഒരു വർഷം. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി, ഞാനും വൈഫും അവിടെയാണ്. ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് അവിടെ സമാധാനത്തിൽ നിൽക്കാൻ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ. ആൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ പറയണ്ട്. ഓരോരുത്തരെ പേരും പറയണം. അവൻ്റെ കൂടുതൽ ആൾക്കാരെ പിന്നെ കുട്ടികളെ പേരുകളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ വൈഫ് ചില കുട്ടികളോട് 1-2 കുട്ടികളോട് വൈഫ് സംസാരിക്കലുണ്ട്. അപ്പോൾ പിന്നെ പഠിക്കണ കാര്യത്തിലായാലും പിന്നെ ഹോസ്റ്റൽ ജീവിതമായാലും ഒക്കെ നല്ല ആംബിയൻസാണ്. സത്യത്തിൽ നമുക്ക് ഫീൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്തിഫിനെ യാത്ര അയക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ സഹപാഠികളുണ്ടല്ലോ, ഇവരെല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ജസ്റ്റ് എവിടെയാണ് സ്ഥലം എന്നുകൂടി നമുക്ക് ചോദിക്കാം കേട്ടോ. മോൻ്റെ പേരെന്താ? നിഷാദ്. എവിടെ സ്ഥലം? എൻ്റെ കാസർഗോഡ്. ഫയാസ് വയനാട്. ആര്? കോട്ടയം. ആദിത്യൻ മലപ്പുറം. അഖിൽ കാസർഗോഡ്. ഓക്കെ. അഭിജിത്ത് ആലപ്പുഴ. കിരൺ മംഗലാപുരം. ഓക്കെ. അർജുൻ ട്രിവാൻഡ്രം. കാശിനാഥ് കോഴിക്കോട്. സൂര്യ കോഴിക്കോട്. അശ്വിൻ പത്തനംതിട്ട.
ഹർഷിത് ട്രിവാൻഡ്രം. അഭിനന്ദ് പത്തനംതിട്ട. ആരോമൽ കൊല്ലം. അപ്പോൾ കണ്ടല്ലോ, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, അതായത് തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും, അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ കർണാടകയിൽ മംഗലാപുരത്ത് നിന്നുള്ള വിദ്യാർത്ഥിയും നമ്മുടെ ആത്തിഫിനെ യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനെ മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും അധികം വ്യത്യസ്തമാക്കുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.